ഇന്ന് ലിജി ആൻറ്റി ഒരു അടിപൊളി ഡിഷ് ചീര കൊണ്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയ ചീര കൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഫ്രഷായിട്ട് കുറച്ച് ചീരയൊക്കെ പറിക്കുകയാണ്. പറിച്ചോളൂ. ഇതുണ്ട്, ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഇംഗ്ലണ്ടിൽ നല്ല നാടൻ ചീര ഒരു വെറൈറ്റി ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. വെജിറ്റേറിയൻ ആൾക്കാർക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ്. നല്ല ഫ്രഷ് ചുമന്ന ചീര. മതിയോ? അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നൊന്ന് നോക്കാം. ആന്റി, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ നമ്മുടെ പറമ്പിലുണ്ടായ ചീര കുറച്ച് വഴുതനങ്ങായും ഫ്യൂഷൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. വെറുതെ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് ആർക്കും ഇഷ്ടമില്ല. പക്ഷെ ഇത് ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അടിപൊളി. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ഇത് വഴുതനങ്ങ ഇങ്ങനെ നടുവേ മുറിക്കുക. മുറിച്ചിട്ട് ഇതിന്റെ അകത്തെ സ്കൂപ്പ് ചെയ്തെടുത്ത് ലിജാൻറ്റി ഇതിപ്പോ നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തു. ഔബർജിൻ ഇനി നമ്മൾ എന്നാ ചെയ്യണ്ടേ? ഇതിനകത്ത് ഇച്ചിരി ഒലിവ് ഓയിലും ഇച്ചിരി സോൾട്ടും പെപ്പറും ഇട്ട് നമ്മൾ ഓവനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കണം. ഓക്കെ. ആൻറ്റി ഇച്ചിരി ഒലിവ് ഓയിൽ അതിലത് ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ, എന്നിട്ട് ഇത് ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. ചൂടാക്കി വെച്ചിരിക്കുന്ന ഓവനിലേക്ക്, പ്രീ ഹീറ്റഡ് ഓവനിലേക്കാണ് വെക്കുന്നത്. എത്ര, ഒരു 10 മിനിറ്റ് എടുക്കും? 10-15 മിനിറ്റ്, 15 മിനിറ്റ്സ്. ഓക്കെ. ബാൻഡി ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ ആ വഴുതനങ്ങയെന്ന് നമ്മൾ എടുത്ത അതിൻ്റെ ഫ്ലഷ്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അല്ലേ? ചെറിയ ഉള്ളി, കുറച്ച് ചീസ് വേണം, ഗ്രേറ്റഡ് ചീസ്, പിന്നെ ചീര, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചെറിയത്, അതുപോലെ തന്നെ കടുക്, പിന്നെ പൊടികള് ടർമറിക് പൗഡർ എന്തോരം ഉണ്ട്? ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റംസ്. പിന്നെ നമുക്ക് ഫ്രഷ് കറി ലീവ്സ് ഇരിപ്പുണ്ട്. അതിൻ്റെ കറി ലീവ്സ് പ്ലാന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ അതിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് അടർത്തി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ കുക്കിങ്? ആദ്യമായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. പാൻ ചൂടായി കഴിയുമ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ആന്റിനെ ഇനി ഓക്കെ കടുക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ചെറിയ ഉള്ളി, കടുക് ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക്. ഓക്കെ, വഴുതനങ്ങയുടെ അകത്തുനിന്ന് എടുത്ത ഫ്ലഷ് അതിലേക്ക് ഇട്ട് കൊടുക്കും. പൊടികൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം 5 മിനിറ്റ് വഴുതനങ്ങ തന്നെ വേവിക്കണം. ഓക്കെ, ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം, അല്ലേ? ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ചീര ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്.
നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ ചീരയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ആൻറ്റിയുടെ സ്വന്തം കറിവേപ്പില അതും കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആൻറ്റി പറഞ്ഞത് മൂടി വെച്ച് വേവിക്കണം എന്ന് പറഞ്ഞത്. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ബീച്ചേട്ടായും ടിസ് ചേച്ചിയും വന്നിട്ടുണ്ട്. നമ്മൾ അവരെ കൊണ്ടാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യിക്കുന്നത്, പക്ഷെ അവരോട് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ചീസാണ് ഇടാൻ പോകുന്നത്. കണ്ടോ, ആ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ്. ഇപ്പോൾ നമ്മുടെ ഓബോജിന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം അത് ഓവനിൽ കുക്കായി. കണ്ടോ, നമുക്കത് കാണുമ്പോൾ അറിയാം നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്യണം, ഈ വഴുതനങ്ങയ്ക്ക് അകത്തേക്ക്. ആഹാ, ആ ചീസും ചീരയുടെ എല്ലാം കൂടെ കൂടിയുള്ള ആ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ചീരയെല്ലാം എടുത്ത് നമുക്ക് ആ മിക്സ് ഓബജിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചീസ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇനി ഇത് നന്നായിട്ട് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കണം എന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ആ ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി നമുക്ക് കിട്ടും. ഇപ്പോൾ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇതിനകത്തൊരു 8-10 മിനിറ്റ് അല്ലേ. ഓക്കെ, ആൻറ്റി ഇത് പ്ലേറ്റ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്നാണ് നമ്മൾ ആദ്യം റൈസിൻ്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. പിന്നെ ടൊമാറ്റോ ചട്നിയാണ് ഇത് സെർവ് ചെയ്യുന്നത്. എന്ത് സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇത് ടൊമാറ്റോ ചട്നി നമ്മുടെ ഇതിലൊക്കെ അരയ്ക്കുന്ന ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ടൊമാറ്റോയും ഉള്ളിയും സവോള എല്ലാം വഴറ്റി എല്ലാം കൂടെ അരച്ചെടുത്ത. ഓക്കെ, സിമ്പിളായിട്ട്. ഓബേജിൻ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിൻ്റെ നല്ല പ്രസൻറ്റേഷൻ ആട്ടോ. നമുക്ക് നോയമ്പ് സമയത്തൊക്കെ മീറ്റ് കഴിക്കാത്തവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി സാധനമാണ്. അതിൻ്റെ കുറച്ച് ചോപ്പാസ്ലി മേളിൽ കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോഴേ അറിയാം നമുക്ക് അടിപൊളി ഡിഷാണെന്ന്. ഓക്കെ, ബീച്ചേട്ടായിക്കും ടെസ്റ്റ് ചേച്ചിക്കും കൊടുത്തു നോക്കാം. അവരോട് ചോദിക്കുക അത് എങ്ങനെയുണ്ടെന്ന്. ബീച്ചേട്ടായി ചേച്ചി ഇതൊന്ന് കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ടേസ്റ്റ്. ലിജി ആൻറ്റി സ്പെഷ്യൽ ആണ്. വീട്ടിലെ നമ്മുടെ സ്വന്തം പറമ്പിലെ ചീര കൊണ്ടുണ്ടാക്കിയ ഡിഷാണ്. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ടും കഴിച്ചോന്നേ. എങ്ങനെയുണ്ട് ബീച്ചേട്ടായി? അടിപൊളിയായിട്ടുണ്ടോ? ടേസ്റ്റി ആണോ? ദീപു, ഇത് അടിപൊളിയാട്ടോ. വെരി ഗുഡ്, സൂപ്പർ. ഇപ്പോൾ ഇത് കൊള്ളാട്ടോ, അത് നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അതെ, സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി. താങ്ക് യു.